ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും ആ ക്ലാസ് വാച്ച് ചെയ്യുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യണം, നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക, പരസ്പരം ക്ലാസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? ബേസിക് ആയ കാര്യങ്ങളായിരുന്നു. സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ് പഠിച്ചു. പിന്നെ സബ്ജക്റ്റ് തന്നെ സിംഗുലറും പ്ലൂറലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ചില ഓക്സിലറി വെർബുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുതിയ ഭാഗമല്ല, ഓക്സിലറി വെർബ് തന്നെ വേറൊരു ക്ലാസ്സാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് 2-3 വർക്ക് തന്നിരുന്നു, 3 എക്സാമ്പിൾ തന്നിരുന്നു അല്ലേ? ഐ ഡാഷ് എ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നൊരു ചോദ്യം തന്നിരുന്നു. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്തായിരുന്നു? ഐ ഡാഷ് സ്റ്റുഡൻറ്റിന് ശേഷം വേറൊന്ന് തന്നിട്ടുണ്ടായിരുന്നത് യു ഡാഷ് സിംഗേഴ്സ് അല്ലേ? ആ ചോദ്യം തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വി ആർ ഡാഷ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് അത് കൃത്യമായി വാച്ച് ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഫില്ല് ചെയ്തപ്പോൾ എന്താണ് കിട്ടിയത്? യു ഡാഷ് എന്നുള്ള ഭാഗത്ത് യു ഡാഷ് സ്റ്റുഡൻറ്റ് എന്നാണെങ്കിൽ യു എന്ന് പറയുന്നത് നമുക്കറിയാം അതെന്താണ്? യു എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറലാണോ? യു എന്ന് പറയുന്നത് പ്ലൂറലാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആമീസ് ആർ എന്നുള്ള ഓക്സിലറി പഠിച്ചു. ആമീസ് ആറിൽ ആമും ഐയുടെ കൂടെയും ഈസ് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോഴും ആറ് പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ അല്ലേ? അപ്പോൾ അതിലപ്പോൾ യു ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? യു വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്താ വരേണ്ടത്? ആറാണ്. അപ്പോൾ യു ആർ സ്റ്റുഡൻസ് എന്ന് വേണം. അതിവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യു ആർ സ്റ്റുഡൻസ്. കാരണം പ്ലൂറൽ ആയതുകൊണ്ട് ലാസ്റ്റ് ഭാഗത്ത് പറയുന്ന ആ ഒരു സ്റ്റുഡൻസ് എന്നുള്ളത് നമ്മൾ എസ് ഫോം ചേർത്ത് എഴുതണം. സ്റ്റുഡൻറ്റിന് എഴുതി കഴിഞ്ഞാൽ സെൻറ്റൻസ് തെറ്റിപ്പോകും. സ്റ്റുഡൻസ്. പിന്നെ ഐ ഡാഷ് എ ഡാൻസർ എന്നോ സ്റ്റുഡൻ്റ് എന്നോ തന്നു കഴിഞ്ഞാലും നമ്മൾ ഐക്ക് ശേഷം എന്താ വരാൻ പാടുള്ളൂ? ആം വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഐ ആം എന്ന് കിട്ടും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു സെൻറ്റൻസ് തന്നിരുന്നത് വി ആർ ആയിരുന്നു. ലാസ്റ്റിലെ ഭാഗം ഫില്ല് ചെയ്യാനായിരുന്നു. അത് ചെയ്ത് നോക്കിയോ? അപ്പോൾ വി ആർ എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ ഞങ്ങളാകുന്നു അല്ലേ? അപ്പോൾ വി എന്നുള്ള സബ്ജക്റ്റ് പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആർ ചേർത്തു. മനസ്സിലായി? പക്ഷെ ഞാൻ തന്ന ഭാഗം ലാസ്റ്റ് ഭാഗം ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് പ്ലൂറലായിട്ടുള്ള ഏത് നൗൺസ് തന്നെ അവിടെ വരുന്നത് അല്ലേ? ഇപ്പോൾ വി ആർ സിംഗേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസ് തന്നെ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് പ്ലെയേഴ്സ് എഴുതാം, ബ്രദേഴ്സ് എഴുതാം, ഗേൾസ്, അതുപോലെ പ്ലെയേഴ്സ് എഴുതാം, ഡോക്ടേഴ്സ് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതുന്ന ലാസ്റ്റ് ഭാഗത്ത് എഴുതുന്നതൊക്കെ പ്ലൂറലാവണം. അതാണ് നിർബന്ധമാണ്. പ്ലൂറലാവണം. അപ്പോൾ വി ആർ ബ്രദർ എന്ന് എഴുതാൻ പാടില്ല, ബ്രദേഴ്സ് എഴുതണം. അതുപോലെ വി ആർ സിംഗർ എന്ന് എഴുതാൻ പാടില്ല, സിംഗേഴ്സ് എഴുതണം. പിന്നെ വി ആർ ചിൽഡ്രൻ അല്ലേ? വി ആർ ചിൽഡ്രൻ എഴുതാം, വി ആർ ഫ്രണ്ട്സ് എഴുതാം. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ലാസ്റ്റ് ഭാഗം എസ് ഫോം ചേർത്തതാവണം. അതായത് അതും പ്ലൂറലാവണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ടോ? കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറേ സെൻറ്റൻസുകൾ ഇങ്ങനെ പറഞ്ഞാൽ അത് അറിയാതെ വരും. പിന്നെ നമുക്ക് സിംഗുലറും പ്ലൂറലും ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാം കേട്ടോ. അത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നൗൺ ഫോമിൽ തന്നെ സിംഗുലറും പ്ലൂറലും വേറെ പഠിക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരു ക്ലാസ് ചെയ്യാം. ഇപ്പം നമ്മൾ പഠിച്ചത് ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ആകുന്നു അല്ലേ? ആകുന്നു എന്ന അർത്ഥം വരുന്നതാണ്. ആകുന്നു, ഞാൻ വിദ്യാർത്ഥിയാകുന്നു, അതുപോലെ തന്നെ ഞാനൊരു പ്ലെയർ ആകുന്നു, അങ്ങനെയൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ അറിയുമോ? ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് അല്ലേ? ഇപ്പം അങ്ങനെയാണ്. ഇപ്പം ഞാനൊരു വിദ്യാർത്ഥിയാണ്. പക്ഷേ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥി ആവില്ല, നമുക്ക് മാറ്റങ്ങൾ വരും അല്ലേ? അപ്പം നമ്മൾ അത് ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എന്താണോ അത് പറയാനാണ് നമ്മൾ ഏത് ഉപയോഗിച്ചത്? ആമും ഈസും ആർ ഉപയോഗിച്ചത്. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ പ്രസൻറ്റ് ടെൻസ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ടെൻസ് അതൊക്കെ നമുക്ക് വേറെ പഠിക്കാതിനെ കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ആകുന്നു, അങ്ങനെയാണ്, വിദ്യാർത്ഥിയാണ്, ക്രിക്കറ്റ് കളിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനാണ്. അപ്പോൾ ആണ് അല്ലേ? ആകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് എപ്പോഴും ആകുന്നു എന്ന് പറയേണ്ട അവസ്ഥയല്ല. നമ്മൾ ചിലപ്പം
ആയിരുന്നു എന്ന് പറയേണ്ടി വരും അല്ലേ. നമ്മുടെ സംഭാഷണത്തിൽ ഞാൻ ഒരു എന്താ പറയുക വിദ്യാർത്ഥിയായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു പാട്ടുകാരനായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ച് പറയുകയാണ് അവിടെ, നടക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, ഇപ്പോൾ ഉള്ള അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്. ഇനി അത് പറയാൻ പോകുന്നത് കഴിഞ്ഞ കാര്യങ്ങൾ, അതായത് ആയിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷനാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. എങ്ങനെ നമുക്കത് സംസാരിക്കാം, എങ്ങനെ നമുക്ക് മറ്റൊരാളോട് ആ കാര്യം ഷെയർ ചെയ്യാനാണ് ഇനി പഠിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ വളരെ സിമ്പിളാണ്. വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ആകുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചത് ഏതായിരുന്നു? ആമും ഈസും ആറല്ലായിരുന്നു. അതിൽ ആം ഐയുടെ കൂടെയും, അതുപോലെ തന്നെ ഈസ് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ ഹി ഷീറ്റ്, പിന്നെ ആറ് നമ്മൾ ഉപയോഗിച്ചത് പ്ലൂറലായിട്ട് വരുമ്പോൾ അല്ലേ, അതായത് യു ദേ വി വരുന്നത് അല്ലേ, അതാണ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റുകൾ വരുമ്പോൾ ആറ് ഉപയോഗിക്കണം എന്ന് പഠിച്ചത്. ഇനി ഇവിടെ ആയിരുന്നു എന്ന് വരുമ്പോൾ നമ്മൾ പുതുതായി വരുന്ന രണ്ട് ഓക്സിലറിയാണ്. ഓക്സിലറി പറഞ്ഞാൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? വാസും വെയറും. എന്താ പറയുക? വാസ് വെയർ. ഓക്കെ, വാസ് എന്ന് പറഞ്ഞാൽ സിംഗുലറിൻ്റെ കൂടെയും വെയർ എന്ന് പറഞ്ഞാൽ പ്ലൂറലിൻ്റെ കൂടെയും. അപ്പോൾ വാസും വെയറും ആണ് ഇവിടെ പുതുതായി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിലറികൾ കേട്ടോ. അപ്പോൾ ഐ വാസ് എ സിംഗർ, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഐ വാസ് എ സിംഗർ, ഞാനൊരു പാട്ടുകാരനായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പക്ഷെ ഐ ആം എ സിംഗർ എന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ടുകാരനാണ്. പക്ഷേ ഐ വാസ് എ സിംഗർ പറഞ്ഞാലോ, ഞാനൊരു പാട്ടുകാരനായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ അതിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ പറയും ഞാനൊരു പാട്ടുകാരനായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇപ്പോൾ വേറെ ജോലിയാണ് പറയും അല്ലേ. പിന്നെ അതുപോലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പല കഴിവുകളും പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അന്ന് ഞാൻ നന്നായിട്ട് കളിച്ചിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്ന് നല്ലൊരു പാട്ടുകാരനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അന്നൊരു നല്ല ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാം. കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മളെ കാര്യങ്ങളൊക്കെ പലരോടും ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രൂപമാണ് അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ സുഹൃത്തിനെ കാണുന്നു അല്ലേ. നമ്മൾ സ്കൂളിൽ ഒപ്പം പഠിച്ചിരുന്ന സുഹൃത്തിനെ കാണുന്നു. അപ്പോൾ ആ സുഹൃത്തിനെ കണ്ടിട്ട് നമ്മൾ തൊട്ടടുത്ത ആളോട് പറയണം ഞങ്ങൾ ക്ലാസ്മേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ആകുന്നു. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാകും, പക്ഷെ നമ്മൾ ആയിരുന്നു എന്നാണ് പറയുക. കാരണം കുറേ മുന്നേ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ വി ആർ ഫ്രണ്ട്സ് കേട്ടോ. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ എന്തായിരുന്നു? നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ എപ്പോഴാണ് അങ്ങനെ ആയിരുന്നത്? സ്കൂൾ പഠിക്കുമ്പോൾ. പക്ഷെ നമ്മൾ അതൊക്കെ അടുത്ത ഭാഗം ചേർക്കണമൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമേ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ വി ആർ ഫ്രണ്ട്സ്, അതുപോലെ ഞങ്ങൾ എന്തുപോലെ ആയിരുന്നു? ഞങ്ങൾ നല്ല സഹോദരന്മാരെ പോലെ ആയിരുന്നു, ഞങ്ങൾ നല്ല സഹോദരൻ. അപ്പോൾ എങ്ങനെ പറയുക? വി ആർ ലൈക്ക് ബ്രദേഴ്സ് എന്ന് പറയും അല്ലേ. വി ആർ ലൈക്ക് ബ്രദേഴ്സ്. അപ്പോൾ അതെന്താണ്? ആകുന്നു എന്നാണ്. വി ആർ ലൈക്ക് ബ്രദേഴ്സ് പറഞ്ഞാൽ ഞങ്ങൾ എന്തുപോലെയാണ്? ബ്രദേഴ്സിനെ പോലെയാണ്. അപ്പോൾ അത് പ്രസൻ്റായി, അതായത് ഇപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ആയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആ സുഹൃത്തിനെ കുറേ കാലമായിട്ട് കാണുന്നില്ല, പുതുതായിട്ട് അപ്പോൾ ആ സുഹൃത്തിനെ ഇപ്പോൾ കണ്ടതാണ്, പോകുന്ന വഴിക്ക് കണ്ട. അപ്പോൾ നമ്മൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കും ഞങ്ങൾ നല്ലൊരു സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നതൊക്കെ പറയും അല്ലേ. അപ്പോൾ നമ്മൾ പറയും ഐ വാസ്, അല്ലെങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ. പക്ഷെ നമ്മളവിടെ വി വരുമ്പോൾ എന്താ വരിക? വേറാണ് വരിക. അപ്പോൾ വി വേർ ലൈക്ക് ബ്രദേഴ്സ് പറഞ്ഞാൽ ഞങ്ങൾ സഹോദരന്മാരെ പോലെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസും വേർ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ എവിടെയാണ് വാസ് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് വേർ ഉപയോഗിക്കുന്നത് എന്നൊന്ന് പ്രത്യേകിച്ചൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പഠിച്ച അതേ സബ്ജക്റ്റുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഐ പഠിച്ചു, യു പഠിച്ചു, ദേ, വി അല്ലേ. അതുപോലെ ഹീയും ഷീയും ഇറ്റൊക്കെ പഠിച്ചു, ദിസ് പഠിച്ചു, ദാറ്റ് പഠിച്ചു, ദീസ് ദോസൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഴുതി ഒന്നുകൂടെ നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ, അതായത് സിംഗുലർ ആയിട്ടുള്ള ഒന്നിനെ കുറിച്ച് പറയുക. സിംഗുലർ എന്നൊക്കെ പറഞ്ഞിട്ട് വെറിയിടാവണ്ട. നമ്മൾ പറയുന്ന ആദ്യത്തെ ഭാഗം, ആ സബ്ജക്റ്റിൻ്റെ ഭാഗം ഒന്നിനെ കുറിച്ച് മാത്രമുള്ളെങ്കിൽ നമ്മൾ വാസ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ഐ എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ. അപ്പം നമ്മൾ വാസ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഐ വാസ് എന്ന് പറയുന്നത്. പിന്നെ വി എന്ന് പറയുന്നതോ,
വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അല്ലെങ്കിൽ നമ്മൾ എന്നാണ്. അപ്പോൾ അവിടെ എന്താണ്, ഒന്നിലധികം ആളുണ്ടല്ലോ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് വാസ് അല്ല വേറാണ്. അപ്പോൾ സിംഗുലർ വരുമ്പോൾ വാസും, പ്ലൂറൽ വരുമ്പോൾ വേറാണ് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? സിംഗുലർ വരുമ്പോൾ, അതായത് ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയണം, വാസും. ഒന്നിലധികം കാര്യങ്ങളോ വസ്തുക്കളോ ആണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചതെങ്കിൽ, ആദ്യത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ചതെങ്കിൽ എന്ത് പറയണം, വേർ ഉപയോഗിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ആയിരുന്നു എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഏതൊക്കെ സിംഗുലർ സബ്ജക്റ്റ്? ഹീയും ഷീയും ഇറ്റും അതുപോലെ തന്നെ ഐയും ഏതിൽ വരുന്നുണ്ട്? സിംഗുലർ ആണ്. അപ്പോൾ ഹീ വാസ് എന്ന് പറയുക, ഷീ വാസ് എന്ന് പറയുക, ഇറ്റ് വാസ്, ദിസ് വാസ്. അപ്പോൾ അതൊക്കെ സിംഗുലർ ആണ്. പിന്നെ വരുന്നത് പ്ലൂറൽ സബ്ജക്റ്റുകൾ യു ഉണ്ട് അല്ലേ. യു വേർ എന്ന് പറയുക, ദേ വേർ, വി വേർ. അതുപോലെ ദീസ് ഒരുപാട് എണ്ണം വരുമ്പോൾ ദീസ് ആണ്. ദീസ് എന്ന് പറഞ്ഞാൽ വേറെ ഉപയോഗിക്കുക, ദോസ് പറഞ്ഞാലും വേറാണ് ഉപയോഗിക്കുക. ക്ലിയർ ആയോ? അപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എന്താണ് വാസും വേറിൻ്റെ ഉപയോഗമാണ് പറഞ്ഞത്. വാസ് സിംഗുലറിൻ്റെ കൂടെയും വേറെ പ്ലൂറലിൻ്റെ കൂടെയും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടെ പഠിക്കണം. എക്സാമ്പിൾസ് കുറേ ചെയ്താലാണ് നമുക്ക് കൂടുതൽ വാക്യങ്ങൾ വേഗം പറയാനും അതുപോലെ തന്നെ നമ്മുടെ സംഭാഷണത്തിൽ അത് വേഗം വരുള്ളൂ. നമ്മൾ എത്രത്തോളം വാക്കുകൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നു, എഴുതാൻ ശ്രമിക്കുന്നു, അതനുസരിച്ച് നമുക്ക് വാക്കുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വാക്കുകൾ അതുപോലെ ചെയ്തു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഏതാണ്? ഇപ്പോൾ ദേ എന്നാണ് അല്ലേ. ദേ ആണെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്? തൊട്ടടുത്ത് ഉപയോഗിക്കേണ്ടത് ആയിരുന്നു അർത്ഥം വരാൻ ദേ ആണെങ്കിൽ വേർ അല്ലേ, ദേ വേർ. ഓക്കെ, അപ്പോൾ ദേ വേർ എന്നായി. ഇനി നമ്മൾ അടുത്തത് ചേർക്കേണ്ടത് പ്ലൂറൽ ഫോം ആവണം, കാരണം വേർ എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട്. അപ്പോൾ ദേ വേർ എങ്ങനെ എഴുതാം? ഫ്രണ്ട്സ് അല്ലേ. ദേ വേർ ഫ്രണ്ട്സ്. അവരെന്തായിരുന്നു? അവർ സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ, ദേ വേർ ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ പറയും കുറച്ച് ആക്ടേഴ്സാണ്, കുറച്ച് ആളുകൾ അതിലൂടെ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പെട്ടെന്ന് കണ്ടുമുട്ടുന്നു, അല്ലെങ്കിൽ അവർ ക്രിക്കറ്റ് പ്ലെയേഴ്സോ അല്ലെങ്കിൽ അഭിനേതാക്കളൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ പറയും ദേ വേർ എന്താണ്? ആക്ടേഴ്സ്. ദേ വേർ ക്രിക്കറ്റ് പ്ലെയേഴ്സ്. അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ വളരെ സിമ്പിളാണ്. എത്രത്തോളം നമ്മൾ സെൻറ്റൻസുകൾ കൂടുതലായിട്ട് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുവോ അത് എഴുതി അല്ലെങ്കിൽ നമ്മൾ മനസ്സിലിങ്ങനെ കൊണ്ടുവരിക, അത് പറയുക. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ സിംഗിളും പ്ലൂറലും ഒന്നും ചിന്തിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു പോകും. അപ്പം അങ്ങനെ ആദ്യം ഒരു ബേസ് നമുക്ക് പഠിക്കണം. എന്നിട്ട് നമ്മൾ കുറേ വാക്കുകൾ എഴുതി നോക്കുക. എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് മനസ്സിൽ ഓർത്ത് നോക്കുക, പറയുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? വാസും വേറുമാണ്. വാസും വേറും ആയിരുന്നു എന്നാണ് അർത്ഥം. വാസ് സിംഗുലറിൻ്റെ കൂടെയും വേറ് പ്ലൂറലിൻ്റെ കൂടെയും. ക്ലിയർ ആയി? ഓക്കെ. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുന്നേ ചെയ്യേണ്ട 2-3 എക്സാമ്പിൾസ് പറയാം. അതൊന്ന് ചെയ്യണം. ഓക്കെ അല്ലേ? ശരി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് അടുത്ത എക്സാമ്പിൾസ് ചെയ്യേണ്ട എക്സാമ്പിൾസ് കേട്ടോ. പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വി ഡാഷ് ഗുഡ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ആദ്യത്തെ എന്താണ്? വി ഡാഷ് ഗുഡ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അർത്ഥം വരുന്നത്. അപ്പം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണെന്ന് അറിയാലോ. അപ്പം ഇനി അടുത്തത് എന്താ വരിക എന്ന് നോക്കുക. നമുക്ക് വാസും വേറുമാണ് ഉള്ളത്. വാസ് വേണോ വേറ് വേണോ അത് ചേർക്കുക. വി ഡാഷ് ഗുഡ് ഫ്രണ്ട്സ്. അടുത്തത് ദേ വേർ. ഞാൻ ദേയും വേറും തരുന്നുണ്ട്, സബ്ജക്റ്റും ഓസിലും തരുന്നുണ്ട്. അപ്പോൾ ദേ വേർ എന്ന് വന്നു. ഇനി അപ്പുറത്ത് എന്താ വരിക? പ്ലൂറലായിട്ടുള്ള നമുക്ക് എന്ത് വേണമെങ്കിൽ ചേർക്കാം. പ്ലൂറലായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗേഴ്സോ ഡോക്ടേഴ്സോ അങ്ങനെ ആ രൂപത്തിലുള്ളതാണ് ചേർക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ ഇതാണ്. എന്താ പറയുന്നത്? ദേ വേറാണ്. അടുത്തത് ഐ ഡാഷ്. ഐ ഡാഷ് സിംഗർ അല്ലെങ്കിൽ പ്ലെയർ കേട്ടോ. ഐ ഡാഷ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വരിക? ഞാൻ അറിയാതെ ആൻസർ പറഞ്ഞു പോകും. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട്
എഴുതണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളത് ചെയ്യുക. ഞാൻ അറിയാതെ പറഞ്ഞുകൊണ്ടതാണ്. അപ്പോൾ ഐ ഡാഷ് എ സിംഗർ അല്ലേ? അപ്പോൾ അവിടെ ഐക്ക് ശേഷം എന്താ വരിക നമുക്കറിയാലോ, നമ്മൾ പഠിച്ചില്ലേ. പിന്നെ ഹീ വരികയാണെങ്കിലോ, ഹീ ഡാഷ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഹീ ഡാഷ് എ പ്ലെയർ. അപ്പോൾ നമ്മളവിടെ ഹീ വന്നു, അതുകൊണ്ട് എന്താണ് തൊട്ടപ്പുറത്ത് വന്ന് വരികയാണ് എഴുതുക കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായോ? അപ്പോൾ ആ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. വളരെ കുറച്ചാണ് ക്ലാസ്സിൽ പറയണുള്ളൂ, കാരണം ഒരുപാട് ഒരുമിച്ച് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിൽ നിൽക്കും, പിന്നെ അത് വീണ്ടും ഓർക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് പറഞ്ഞത്. അപ്പോൾ ക്ലാസ് ഫോളോ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇട്ടുള്ള 3 ക്ലാസ്സുകളും കാണാം. ഇനി ചിലർക്ക് എന്തെങ്കിലും അക്ഷരങ്ങൾ വായിക്കാൻ അറിയാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണം ഉള്ള ക്ലാസ് ഉണ്ട്. ഉച്ചാരണം സ്റ്റാർട്ടിങ് മുതൽ ABCD എന്നുള്ള അക്ഷരമാലയുടെ ഉച്ചാരണമുള്ള ക്ലാസ്സും ഉണ്ട്. അത് നിങ്ങൾക്ക് ചാനൽ സെർച്ച് ചെയ്താൽ കാണാം, അല്ലെങ്കിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്ലിയർ ആണോ? അപ്പോൾ മറക്കരുത്, ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യണം. ക്ലാസ്സുകൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. കുറച്ച് ക്ലാസ്സുകൾ കഴിയുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു ഐഡിയ ആവുള്ളൂ. അതുകൊണ്ട് തുടക്കം മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ ക്ലാസ് ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ആർക്കാണോ അത് ഉപകാരപ്പെടുക അവർക്ക് ഷെയർ ചെയ്യണം. കാരണം ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. കാരണം ഈ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ നമ്മൾ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം മുടക്കിയിട്ടൊക്കെ പഠിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും അല്ലാണ്ട് നമുക്കുള്ള അറിവുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിൽ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നിർബന്ധമായിട്ടുണ്ടാവണം. നിങ്ങൾ കൂടുതൽ വാച്ച് ചെയ്യുകയും അതിൽ വ്യൂസ് കൂടുമ്പോഴും സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴാണ് ക്ലാസ്സുകൾ ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സി യു അഗൈൻ. താങ്ക് യു.